കേരളം നെഞ്ചിലേറ്റിയ നായകനായിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ 1-ാം ചരമദിനത്തോടനുബന്ധിച്ച് പ്രദർശിപ്പിച്ച മെഴുക് പ്രതിമ കണ്ട് കുടുംബം വിതുമ്പി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതുപോലെ ജീവിച്ചിരിക്കുന്നവരുടെയും മരണമടഞ്ഞവരുടേതുമായ മറ്റനേകം രാഷ്ട്രീയ പ്രവർത്തകരുടെയും ചലച്ചിത്ര താരങ്ങളുടെയും മറ്റ് ഫേമസ് പേഴ്സണാലിറ്റീസിൻ്റെയൊക്കെ മെഴുക് പ്രതിമ നിർമ്മിച്ച് സൂക്ഷിക്കുകയും പ്രദർശിപ്പിക്കുകയുമൊക്കെ ചെയ്യാറുണ്ട്. അത്രയ്ക്ക് കൃത്യതയോടെയും സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെയും മാസങ്ങളോളം നിരവധി വ്യക്തികളുടെ കഠിനാധ്വാനത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമായാണ് ഒരു മെഴുക് പ്രതിമ നമ്മുടെ മുന്നിലെത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അതിനെ ഇത്രയും ഒറിജിനാലിറ്റി തോന്നിപ്പിക്കുന്നതും ഒരു ജീവൻ്റെ തുടിപ്പ് കൂടി ഉണ്ടായാൽ മാത്രം മതിയെന്ന് തോന്നിപ്പോകുന്നതും. അപ്പോൾ എങ്ങനെയാണ് ഈ മെഴുക് പ്രതിമ ഉണ്ടാക്കുന്നത് എന്നും ദന്തചികിത്സയുമായി ഇതിന് എന്താണ് ബന്ധമെന്നും ഈ പ്രതിമയിൽ ഉപയോഗിക്കുന്ന പല്ലുകളുടെ പ്രത്യേകതകളെല്ലാമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിഷയമായതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സാറ, ഡെൻ്റൽ സർജനാണ്. വെൽക്കം ടു മൈ ചാനൽ. പല്ല് സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും വാർത്തകൾക്കുമായി മൗത്ത് മിറർ ഡോക്ടർ സാറ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമുക്കറിയാം, മെഴുക് പ്രതിമ എന്ന് പറയുമ്പോൾ മെഴുക് അഥവാ വാക്സ് കൊണ്ടാണ് നിർമ്മിക്കപ്പെടുന്നത്. ഇത് ഏത് വാക്സ് ആണ് എന്ന് പലരും ചിന്തിക്കാറുണ്ടാകും. അതിനായി ബീസ് വാക്സ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് തേനീച്ചയുടെ മെഴുക്. തേനീച്ചകളുടെ വയറിലെ 8 ഗ്രന്ഥികളിൽ നിന്നുമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ മെഴുക് ഏതെങ്കിലും യന്ത്രങ്ങൾ ഉപയോഗിച്ച് അവയെ കൂട്ടിൽ നിന്നും വേർപെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു റിയലിസ്റ്റിക്കായ മെഴുക് പ്രതിമ തുടങ്ങുന്നത് റിസർച്ചിലൂടെയും മറ്റ് ധാരാളം കാര്യങ്ങളിലൂടെയുമാണ്. മെഴുകിൽ പ്രദർശിപ്പിക്കേണ്ട വ്യക്തിയുടെ 100-ൽ പരം റെഫറൻസ് ഫോട്ടോസ് കളക്ട് ചെയ്യുകയും പ്രത്യേകിച്ച് ആർട്ടിസ്റ്റിന് ഫേഷ്യൽ എക്സ്പ്രഷൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഫോട്ടോസിനാണ് സ്പെഷ്യൽ കൺസിഡറേഷൻ നൽകുന്നത്. ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വലുതാക്കി സ്കൾപ്റ്റിംഗ് പ്രോസസ്സിൽ റെഫറൻസിന് വേണ്ടി മുഖത്തിൻ്റെ ഫീച്ചേഴ്സ് കൃത്യമായി മെഷർ ചെയ്തെടുക്കും. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിനായി മുഖത്തിൻ്റെ മാത്രം 200-ൽ പരം അളവുകൾ എടുക്കേണ്ടതായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡിയുടെയും. അതിനുശേഷം ആദ്യം ആർട്ടിസ്റ്റ് ഒരു ക്ലേ അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ട് ഒരു ബോഡി മെനഞ്ഞെടുക്കും. ഈ മോൾഡിൻ്റെ വെയിറ്റ് താങ്ങുന്നതിനായി ഒരു മെറ്റലിൻ്റെ ആവരണം ഉണ്ടാക്കേണ്ടതായുണ്ട്. ഈ പ്രോസസ്സിനെല്ലാം കൂടി ഏകദേശം 5 ആഴ്ച എടുക്കും. മോൾഡ് എടുക്കുന്നതിനായി ഈ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ സ്കൾപ്ചർ അല്ലെങ്കിൽ പ്രതിമയാണ് ഉപയോഗിക്കുന്നത്. തലയ്ക്ക് തീർച്ചയായും പ്രത്യേകമായ അറ്റൻഷൻ ആവശ്യമുണ്ട്. ഇത് പല ഘട്ടങ്ങളിലായി ചെയ്യുന്നത് കൊണ്ട് ഇതിനായി ഏകദേശം 6 ആഴ്ചകളോളം എടുക്കും. ഇങ്ങനെ കൊത്തുപണി ചെയ്തുണ്ടാക്കിയ പ്രതിമയുടെ മുഖത്തിൻ്റെ സിമ്മട്രി പരിശോധിക്കുന്നതിനായി ആർട്ടിസ്റ്റ് ടെമ്പിൾ, അതായത് തലയുടെ സൈഡിൽ നിന്നും താടി വരെ ഒരു വയർ സ്ട്രെച്ച് ചെയ്യുകയും എല്ലാ ആംഗിളിൽ നിന്നും അളവുകളെടുത്ത് ഈ അളവുകളുടെ നമ്പർ ആക്ച്വൽ സബ്ജക്റ്റിൻ്റെ നമ്പറുമായി കമ്പയർ ചെയ്യും. ഈ ക്ലേ കൊണ്ടുണ്ടാക്കിയ മുഖത്തിൻ്റെ ഓരോ ചെറിയ ആസ്പെക്റ്റ് പോലും കൃത്യമായി നിർണ്ണയിക്കുകയും ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് ശരിയാക്കുകയും ചെയ്യും. അതിനുശേഷം ഹെയർ ലൈനിൽ കൃത്യത വരുത്തും. ഇതിനുശേഷം അടുത്ത ഒരു സ്റ്റെപ്പിന് റെഡിയാകും, അതായത് തലയുടെ മോൾഡ് ഉണ്ടാക്കുന്നത്. എങ്കിൽ മാത്രമേ ആ മോൾഡിൽ വാക്സിൻ്റെ ലിക്വിഡ് ഒഴിച്ച് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ തലയെ മെഴുക് രൂപത്തിലാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിനായി പറഞ്ഞാൽ ഇതേ രീതിയിലാണ് പല്ലിൻ്റെ ഇംപ്രഷൻ എടുക്കുന്നതും. അതായത് വായിലുള്ള പല്ലുകളുടെയും മറ്റ് കോശങ്ങളുടെയും ഇംപ്രഷൻ എടുത്ത് അതിൽ നിന്ന് ഒരു കാസ്റ്റ് അല്ലെങ്കിൽ മോഡൽ പോലെ പോസിറ്റീവ് റീപ്രൊഡക്ഷനാണ് ചെയ്യുന്നത്. അതിനായി ഓരോരുത്തരുടെയും വായിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഇംപ്രഷൻ ട്രേ എടുത്ത് അതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ നിറയ്ക്കുന്നു. അതായത് ലിക്വിഡോ സെമി സോളിഡോ ആയിട്ടുള്ള മെറ്റീരിയൽ മിക്സ് ചെയ്ത് വായിൽ വയ്ക്കും. അത് കുറച്ച് സമയത്തിനുള്ളിൽ സെറ്റായി ഇലാസ്റ്റിക് സോളിഡ് രൂപത്തിലാകുമ്പോൾ വായുടെയും പല്ലിൻ്റെ നിരയുടെയും ഇംപ്രിൻ്റ് ലഭിക്കുന്നു. ഇത്തരത്തിൽ ലഭിക്കുന്ന മോഡലുകൾ ദന്തചികിത്സയ്ക്ക് പല രീതിയിലും ഉപകാരപ്പെടുന്നവയാണ്. അതായത് രോഗനിർണയത്തിനും ചികിത്സ പ്ലാൻ ചെയ്യുന്നതിനും വെപ്പ് പല്ലുകൾ നിർമ്മിക്കുന്നതിനും പല്ലിൽ കമ്പിയിടുന്ന ചികിത്സയ്ക്കും ഇൻലേസ്, ഓൺലേസ്, ക്യാപ്പുകൾ, ബ്രിഡ്ജസ് നിർമ്മിക്കുന്നതിനായും മറ്റ് ധാരാളം കാര്യങ്ങൾക്കായും ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ മെഴുക് പ്രതിമ നിർമ്മിക്കുമ്പോഴും ഇതേ രീതിയിലാണ് മോൾഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായി ആ ശില്പത്തിൻ്റെ പല സെക്ഷനുകളിലായി പ്ലാസ്റ്റർ ഓഫ് പാരീസ് മിക്സ് ചെയ്തൊഴിക്കുന്നു. ഈ പ്ലാസ്റ്റർ ഉണങ്ങിയതിന് ശേഷം ഈ പല ഭാഗങ്ങളുള്ള മോൾഡ് കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ തലയിൽ നിന്നും അനായാസം റിമൂവ് ചെയ്തെടുക്കാം.
അങ്ങനെ തല വേർപെടുത്തിയെടുത്തതിന് ശേഷം വെള്ളത്തിൽ ഈ മോൾഡ് കഴുകി തല തിരിച്ച് വെച്ച് ബീസ്വാക്സിൻ്റെ ഒരു ബ്ലോക്ക് ഉരുക്കി പ്ലാസ്റ്റർ കാസ്റ്റിൻ്റെ കഴുത്തിൻ്റെ ദ്വാരത്തിലൂടെ ഒഴിക്കും. ഈ വാക്സ് കട്ടിയാകുന്നതിനായി 1 മണിക്കൂർ വെക്കുമ്പോൾ ഈ കാസ്റ്റിൻ്റെ ഉള്ളിൽ ചുറ്റും ഒരു കട്ടിയുള്ള തോടുണ്ടാകും. കഴുത്തിൻ്റെ ഭാഗത്തു നിന്നും ആർട്ടിസ്റ്റ് ഈ തോട് ഊരിമാറ്റി ബാക്കിയുള്ള വാക്സ് ഒഴിച്ചു മാറ്റുമ്പോൾ ഉള്ളിൽ പൊള്ളയായ മെഴുകുമുഖം ഉണ്ടായി വരും. അത് പിന്നെയും കട്ടിയാകാൻ 1 മണിക്കൂർ മാറ്റിവെക്കും. അതിനുശേഷം ആർട്ടിസ്റ്റ് ഈ പ്ലാസ്റ്റർ മോൾഡ് എടുത്തു മാറ്റുമ്പോൾ വാക്സ് ഹെഡ് കാണാൻ കഴിയും. അത് കൃത്യമായി പരിശോധിച്ച് എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി കിട്ടിയിട്ടുണ്ടോ എന്ന് വിലയിരുത്തും. അതിനുശേഷം ആ ടീം ഇതേപോലെ കൈകളും വാക്സിൽ ഉണ്ടാക്കിയെടുത്ത് ചാർട്ട് നോക്കി സ്കിൻ ടോൺ മാച്ച് ചെയ്യും. അതുപോലെ പെയിൻറ് മിക്സ് ചെയ്ത് ബ്രഷ് അതിലേക്ക് തട്ടിക്കൊടുക്കുന്നു. അപ്പോൾ പെയിൻറ് കൈകളിലേക്കെല്ലാം സ്പ്ലാറ്റർ ചെയ്യും. ഈയൊരു ടെക്നിക്ക് ചെയ്യുന്നത് കൊണ്ട് മനുഷ്യൻ്റെ കൈകളിലുള്ള സുഷിരങ്ങൾ പോലെ ഒരു സ്പെക്കിൾഡ് ലുക്ക് ലഭിക്കാൻ സഹായിക്കുന്നു. മനുഷ്യൻ്റെ കൈകളിൽ ഉള്ളതുപോലെ നക്കിൾസ്, ഞരമ്പുകൾ, മറ്റ് പ്രത്യേകമായ അടയാളങ്ങളൊക്കെ പെയിൻറ് ചെയ്യും. കൂടാതെ മാനിക്യൂർ ചെയ്ത് നഖങ്ങൾക്കെല്ലാം ഒറിജിനാലിറ്റി കൊടുക്കും. ഇനിയാണ് പല്ലുകളും കണ്ണുകളും ഇൻസേർട്ട് ചെയ്യുന്നത്. പല്ലുകൾ അക്രിലിക് എന്ന മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ട് പല്ലുകൾക്ക് നാച്ചുറൽ ലുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇനി ഫൈബർ ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ കണ്ണുകളും വളരെ പ്രിസൈസായി പെയിൻറ് ചെയ്ത് രൂപകൽപ്പന ചെയ്യും. കണ്ണിൻ്റെ വെള്ള വരുന്ന ഭാഗത്ത് റെഡ് സിൽക്കിൻ്റെ നൂലുകൾ ഒട്ടിച്ച് വെക്കുന്നത് രക്തക്കുഴലുകൾ പോകുന്നത് പോലെ കാണിക്കാൻ കഴിയും. ഈ മെഴുക് തലയിലെ കണ്ണിൻ്റെ സോക്കറ്റിലേക്ക് ഇവ ഘടിപ്പിക്കുന്നു. അടുത്തതായി മാച്ചായിട്ടുള്ള ഓരോ മുടിയും ഒരു ചൂടുള്ള സൂചി കൊണ്ട് മെഴുക് തലയിലേക്ക് കുത്തിവെക്കും. അപ്പോൾ വാക്സ് ഉരുക്കി മുടിക്ക് ചുറ്റും അടഞ്ഞിരിക്കും. ഇതിന് ഏകദേശം 4 ആഴ്ചകളോളം എടുക്കും. അതേപോലെ പുരികവും പീലികളും കുത്തിവെക്കും. എന്നിട്ട് ബ്രഷ് ഉപയോഗിച്ച് മേക്കപ്പ് ചെയ്യും. ഇപ്പോൾ ഈ വാക്സ് ഫിഗർ ശരിയായി ഒരു ജീവൻ ലഭിച്ചതായി കാണപ്പെടും. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലും ജോലികൾ തീരുന്നില്ല. റെഗുലറായി ഈ മെഴുക് പ്രതിമയുടെ മുടി കഴുകുകയും സ്റ്റൈൽ ചെയ്യുകയും ചെയ്യും. മാത്രമല്ല വസ്ത്രങ്ങളും ഡ്രൈ ക്ലീൻ ചെയ്യും.